രാജ്യം നടുങ്ങിയ ഒരു ദിവസം കൂടി കടന്നുപോയി. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം വീണ്ടും ഇതാ മറ്റൊരാക്രമണം കൂടി. ഡൽഹിയിലെ തന്ത്രപ്രധാനമായ ചെങ്കോട്ട പോലും അത്ര സുരക്ഷിതമല്ല എന്ന് വിളിച്ചു പറഞ്ഞ അപകടമാണ് ഇന്നലെ ഉണ്ടായത്. രാജ്യം അതീവ സുരക്ഷിതമാണെന്ന് പറയുമ്പോഴും വികസനങ്ങളും സാങ്കേതിക വിദ്യയും ഇത്രയ്ക്ക് വികസിച്ചു എന്ന് പറയുമ്പോഴും നമ്മുടെ രാജ്യം സുരക്ഷിതമല്ല എന്നാണ് ഈ സംഭവം തെളിയിച്ചിരിക്കുന്നത്. ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നും 3000 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ജമ്മു കാശ്മീർ പോലീസ് കണ്ടെടുത്തതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് രാജ്യത്തെ നടുക്കിയ ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ചെങ്കോട്ടയ്ക്ക് സമീപമാണ് നിർത്തിയിട്ടിരിക്കുന്ന കാറിൽ നിന്നും ഉഗ്രശബ്ദത്തോടുകൂടി സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും മരണപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. എവിടെയാണ് നമുക്ക് പാളിച്ച പറ്റിയതെന്ന് അറിയില്ല. ഉടനടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷായെ വിളിച്ച് അന്വേഷിച്ചു. കാരണം ചെങ്കോട്ട എന്നത് രാജ്യത്തിന്റെ അത്രയും തന്ത്രപ്രധാനമായ ഇടമായിട്ടും അവിടെ സുരക്ഷ ഒരുക്കുന്നതിൽ ആർക്കോ എവിടെയോ പിഴച്ചുപോയി. ചരിത്ര പ്രാധാന്യമേറെയുള്ള ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള മെട്രോ സ്റ്റേഷന് മുന്നിൽ ട്രാഫിക് സിഗ്നലിലേക്ക് മെല്ലെ എത്തുന്ന ഒരു ഹുണ്ടായി i20 കാർ. വൈകുന്നേരം 6:55ഓടെ ആ കാർ പൊടുന്നനെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ദില്ലിയാകെ അപ്രതീക്ഷിതമായ സ്ഫോടനത്തിൽ നടുങ്ങി. സമീപത്തുണ്ടായിരുന്ന കാറുകൾ, ഓട്ടോറിക്ഷകൾ, സൈക്കിൾ റിക്ഷകൾ എന്നിവ തകർന്നു തരിപ്പണമായി. 1 കിലോമീറ്റർ അകലെ വരെ പ്രകമ്പനം അനുഭവപ്പെട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. രാജ്യത്തിന്റെ തലസ്ഥാനം ഉടൻ തന്നെ കനത്ത സുരക്ഷാ വലയത്തിന് കീഴിൽ. ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങി. NIAയും SSGയും അടക്കമുള്ള ഏജൻസികൾ ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച ആശുപത്രിയിലേക്ക് അധികം വൈകാതെ തന്നെ ഓടിയെത്തി. രാജ്യത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചു. 8 പേരാണ് സ്ഫോടനത്തിൽ മരിച്ചത് എന്നാണ് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ ഓടിച്ചത് ഉമർ മുഹമ്മദ് എന്ന സൂചന. ഫരീദാബാദ് ഭീകര സംഘത്തിൽ നിന്നും പോലീസ് തിരയുന്ന വ്യക്തിയാണ് ഇയാളെന്നാണ് ദില്ലി പോലീസ് വൃത്തങ്ങൾ നൽകിയ വിവരം. ഭീകരവാദിയായ ഉമർ മുഹമ്മദാണ് കാർ ഓടിച്ച് ചെങ്കോട്ടയിലെത്തിയതെന്നാണ് സംശയിക്കുന്നത്. സ്ഫോടനം നടന്ന i20 കാറിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹം ഇയാളുടേതാണെന്ന് തിരിച്ചറിയാൻ DNA പരിശോധന നടത്തും. കറുത്ത മാസ്കിട്ട ആൾ റെഡ് ഫോർട്ടിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്നും കാറുമായി പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇത് ഉമർ മുഹമ്മദ് ആണെന്ന കാര്യമടക്കമുള്ള കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. മാസ്ക് ധരിച്ച ഒരാൾ കാർ ഓടിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. രാജ്യത്തെ നടുക്കി ദില്ലി ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനത്തിൽ UPI വകുപ്പ് ചുമത്തി ദില്ലി പോലീസ് കേസെടുത്തു കഴിഞ്ഞു. 8 പേരുടെ മരണമാണ് ഇതുവരെ കേന്ദ്രം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതേസമയം 13 പേർ മരിച്ചതായിട്ടാണ് അനൌദ്യോഗിക റിപ്പോർട്ട്. മരണസംഖ്യ ഉയരുവാനാണ് സാധ്യത. 30-ലേറെ പേർ പരിക്കേറ്റ ചികിത്സയിലാണ്. കൊല്ലപ്പെട്ടവർ ദില്ലി UP സ്വദേശികളാണെന്നാണ് വിവരം. ഭീകരാക്രമണമാണെന്ന് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിവരം. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാഹചര്യം വിലയിരുത്തി കഴിഞ്ഞു. നടന്നത് ചാവേർ ആക്രമണമാണ് എന്നാണ് സൂചന. ഹരിയാനയിൽ അറസ്റ്റിലായ 2 ഡോക്ടർമാർ ഈ സ്ഫോടനത്തിൽ പങ്കുള്ളതായിട്ടാണ് സംശയം. ദില്ലി പോലീസ് അനൌദ്യോഗികമായി നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭീകരാക്രമണം നടന്നത് എന്ന സംശയം വ്യക്തമാക്കുന്നത്. IED ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഹരിയാനയിലെ ഫരീദാബാദിലുള്ള ഒരു മെഡിക്കൽ കോളേജുമായി ബന്ധമുള്ള ഡോക്ടർമാരിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന 360 കിലോഗ്രാം അമോണിയം നൈട്രേറ്റ്, ഒരു അസോൾട്ട് റൈഫിൾ, വൻ ആയുധ ശേഖരം എന്നിവ പിടിച്ചെടുത്തു. ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ ഉപയോഗിച്ച കാറിന്റെ നിലവിലെ ഉടമ ജമ്മു കാശ്മീരിലെ പുൽവാമ സ്വദേശി താരിഖ് എന്നാണ് സൂചന. മുഹമ്മദ് സൽമാൻ ആയിരുന്നു വാഹനത്തിന്റെ ആദ്യ ഉടമ. സൽമാനെ ദില്ലി പോലീസ് കൈമാറിയെന്ന് ഹരിയാന പോലീസ് വിശദമാക്കുന്നു. വാഹനം സാമ്പത്തിക ഞെരുക്കം കാരണം വിറ്റു എന്ന് സൽമാന്റെ ഭാര്യ ദേശീയ മാധ്യമങ്ങളോട് വിശദമാക്കിയത്. കാർ സൽമാനിൽ നിന്നും വാങ്ങിയ ദാവേദറും പോലീസ് കസ്റ്റഡിയിലുണ്ട്. മറ്റൊരാൾക്ക് കാർ കൈമാറിയെന്ന് ദാവേദർ പോലീസിനോട് വിശദമാക്കിയിട്ടുണ്ട്. ദാവേദറിൽ നിന്നും വണ്ടി വാങ്ങിയത് അമീർ എന്ന ആളാണെന്നും വാങ്ങിയത് എന്നാണ് വിവരം. അമീറിൽ നിന്നുമാണ് പുൽവാമ സ്വദേശി താരിഖ് വാഹനം വാങ്ങിയത്. താരിഖ് വാഹനം ഉമർ മുഹമ്മദിന് കൈമാറിയെന്നുമാണ് വിവരം. ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ചത് HR26E7674 എന്ന നമ്പറിലുള്ള വാഹനമാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. ചെങ്കോട്ടയിലെ പാർക്കിങ്ങിൽ പുറത്തേക്ക് വരുന്ന കാറിൽ ഡ്രൈവിംഗ് സീറ്റിലുള്ള ഒരാളെ മാത്രമാണ് കാണുന്നത്. ഇതിനാൽ സ്ഫോടനം നടക്കുമ്പോൾ കാറിൽ ഒരാൾ മാത്രമാണോ ഉണ്ടായിരുന്നതെന്നും സംശയിക്കുന്നുണ്ട്. കാർ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ 3 മണിക്കൂറോളം നിർത്തിയിട്ടു. ഉന്നമിട്ടത് തിരക്കേറിയ ചാന്ദിനി ചൌക്ക് മാർക്കറ്റാണ് എന്നാണ് സൂചന. തിരക്കേറിയ സ്ഥലത്ത് സ്ഫോടനം നടത്തുവാൻ പദ്ധതിയിട്ടു എന്നാണ് വിവരം. ട്രാഫിക് സിഗ്നൽ കാരണം വണ്ടി നിർത്തേണ്ടി വന്നതോടെയാണ് മാർക്കറ്റിന് സമീപത്തേക്ക് കാർ കയറ്റുവാനുള്ള ശ്രമം പരാജയപ്പെട്ടത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. സ്ഫോടക വസ്തുക്കളുടെ ഫോറൻസിക്
ഫോറൻസിക് പരിശോധന കൂടാതെ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ടവറുകളിൽ നിന്നുമുള്ള കോൾ രേഖകൾ, ദൃക്സാക്ഷികളെ ചോദ്യം ചെയ്യൽ, ഇന്റലിജൻസ് ഏജൻസികളിൽ നിന്നുമുള്ള എല്ലാ മുന്നറിയിപ്പും പരിശോധിക്കൽ എന്നിവ പോലീസ് നടത്തുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ പഹൽഗാമികളായ നിരപരാധികളെ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടി ഓപ്പറേഷൻ സിന്ദൂറിന് മാസങ്ങൾക്ക് ശേഷമാണ് സ്ഫോടനം സംഭവിച്ചിരിക്കുന്നത്. ഇത് ഒരു ഭീകരാക്രമണമാണോ എന്ന് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും അടുത്ത ഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങൾ അധികൃതർ ഒരു റിസ്ക്കും എടുക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ കേസിൽ ഏകോപിപ്പിച്ച മൾട്ടി ഏജൻസി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ദേശീയ അന്വേഷണ ഏജൻസി, ദേശീയ സുരക്ഷാ ഗാർഡ്, ഫോറൻസിക് സയൻസ് ലബോറട്ടറി, ദില്ലി പോലീസ് എന്നിവരാണ് അന്വേഷണത്തിൽ പങ്കുചേരുന്ന പ്രധാന ഏജൻസികൾ. അർദ്ധസൈനിക വിഭാഗങ്ങളെയും വിളിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ കാരണവും സ്വഭാവവും സംബന്ധിച്ച സമഗ്രമായ അന്വേഷണം നടത്തുവാനും എത്രയും വേഗം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുവാനും ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും അധികൃതർ അറിയിച്ചു. ഇത് ഈ വർഷത്തെ രണ്ടാമത്തെ വലിയ ഭീകര ആക്രമണമാണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു.